നമ്മൾ ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു സ്വന്തമായൊരു ഡ്രോൺ ക്യാമറ വാങ്ങുക എന്നുള്ളത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ സ്വന്തമായൊരു ഡ്രോൺ ക്യാമറ വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് പ്ലസ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സാധനം അവിടെ കൊണ്ടോ എന്താ സാധനം എന്താ? കുറേ കാലമായി എന്നിങ്ങനെ പറ്റിക്കുന്നു. കുറേ ഡ്രോണും ക്യാമറയും ഗോപ്രോ വെയിറ്റ് ചെയ്യണം. ഇതാ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചെന്നാലേ തൽക്കാലം നമുക്കൊരു സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ഒരു സാരിയോ ചെറുതായി ഐഫോൺ തന്നെ. ഓക്കെ, ശരി. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാം, ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കാം. എന്തായാലും അടുത്ത പ്രാവശ്യം ഐഫോൺ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ പ്രോമിസ് കിട്ടിയതുകൊണ്ട് മാത്രതാ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ മീരയെ കൊണ്ടാണ് ഇത് ഐശ്വര്യമായിട്ട് അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ മോഡൽ പറഞ്ഞുതരാം. DJI പുറത്തിറക്കിയ ഏറ്റവും പുതിയ മോഡലിൽ വന്നയ DJI Air2S എന്ന മോഡലാണ്. അതിൻ്റെ ഫ്ലൈ മോർ കോംബോ ആണ്. ഇതിനകത്ത് നല്ലൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ക്യാമറയൊക്കെ ഉള്ളത്. ഇതിനകത്ത് എന്താ ഉള്ളത്? ഒരു ബോക്സ്. അതിലെന്തൊക്കെയുണ്ട് നോക്കാം. ഇതിൻ്റെ ആക്സസറീസ് ആണ്. പ്രൊപ്പല്ലേഴ്സ്, ഇതാണ് ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് വരുന്നത്. പ്രൊപ്പല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിറക്, ഫ്ലൈ ചെയ്യുന്ന ചിറകാണിത്. ഇത് എനിക്ക് തോന്നുന്നത് മൂന്ന് സെറ്റ് ഉണ്ട്. 3 സെറ്റ് എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മളെ കേബിൾ വെക്കാനുള്ളതാണ്. കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 3 ടൈപ്പ് കേബിളാണുള്ളത്. ഒന്ന് ടൈപ്പ് സി കേബിൾ, അതുപോലെ തന്നെ ഐഫോണിൻ്റെ കേബിൾ, അതുപോലെ തന്നെ മൈക്രോ ചാർജിങ് കേബിൾ. അങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. ഇത് ടൈപ്പ് സി കേബിൾ. ഇത് ഇതിൻ്റെ ക്യാമറയ്ക്ക് വെക്കുന്ന ഫിൽറ്റേഴ്സാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിൽറ്റേഴ്സാണ് ഇത്. 4 ടൈപ്പ് ഫിൽറ്റർ ഉണ്ട് അതിനകത്ത്. ബ്ലൂ, പിന്നെ ഗ്രീൻ ഷെയ്ഡ്, ബ്ലാക്ക്, ഒരു ഗ്രേ കളർ, അങ്ങനെ 4 ഷെയ്ഡിലുള്ള ഫിൽറ്റേഴ്സ് എക്സ്ട്രാ അതിൻ്റെ കൂടെയുണ്ട്, ക്യാമറയുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഡ്രോണും അതുപോലെ തന്നെ റിമോട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, ബാറ്ററി എല്ലാം വരുന്നത് ഈ ഒരു ബാഗിനകത്താണ്. ഓരോന്നായിട്ട് എടുക്കും. ഇതെടുക്കും, ഫസ്റ്റ് ഇതെടുക്കും. ഇതാണ് നമ്മുടെ ഡ്രോൺ ക്യാമറ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രോൺ ക്യാമറ എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇത് റിമോട്ട് കൺട്രോൾ. പുറത്തെടുക്കും. ഈ ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോളറാണിത്. റിമോട്ട് കൺട്രോൾ, ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ വരുന്നത്. ഈ റിമോട്ട് കൺട്രോളറിന്, ഈ DJI Air2S എന്ന മോഡൽ റിമോട്ട് കൺട്രോളറിന് ഇതിൻ്റെ കൂടെ ഡിസ്പ്ലേ വരില്ല. നമ്മുടെ മൊബൈൽ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താ ഉള്ളത്? ഇതിലൊരു പെട്ടി കാണുന്നുണ്ട്. ആ ബോക്സ് എന്താണ്? പൊളിക്കും. എക്സ്ട്രാ ബാറ്ററിയാണ്. ഈ ഫ്ലൈ മോർ കോംബോ ആയതുകൊണ്ട് തന്നെ 3 ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, ഒരു ബാറ്ററി. നെക്സ്റ്റ് വേറെ 2 ബാറ്ററിയും കൂടെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കൂടെ. അടുത്ത ബാറ്ററി ഉണ്ട്. അങ്ങനെ ആകെ 3 ബാറ്ററി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒരു പിന്നെ വേറെ എന്താ ഉള്ളത്? ഇതെന്താണ് സാധനം? ഓക്കെ, അതിൻ്റെ കൂടെ വെക്കുന്നത്. വേറെ ബോക്സിലും ഇത് ബാറ്ററി ചാർജർ. ഇതിൻ്റെ ചാർജറാണ്. ഇത് ചാർജിങ് ഹബ്ബാണ്. 3 ബാറ്ററിയും. അപ്പോൾ 3 ബാറ്ററിയിലും ചാർജ് ഇല്ലെങ്കിൽ ആദ്യം ഒന്നാമത്തെ ബാറ്ററിയിലേക്കും 3 ബാറ്ററി ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാറ്ററിയാണ് ആദ്യം ചാർജ് ആകുന്നത്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള 2 ബാറ്ററിയും ചാർജ് ആവുകയുള്ളൂ. നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഹബ്ബാണ് എൻ്റെ കൂടെ വരുന്നത്. ഇത്രയുമാണ് ഈ ബാഗിൽ വരുന്നത്. എല്ലാം ആയല്ലേ? ബാഗ് കൊള്ളാം. നല്ല അടിപൊളി ബാഗാണ്. DJIയുടെ ബാഗാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു DJI Air2S ഡ്രോൺ ബോക്സിനകത്ത് വരുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ ഡ്രോൺ ക്യാമറ എന്ന് പറയുന്ന സാധനം. ഇതാണ്. അതുപോലെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ, പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ട്, അതിൻ്റെ കേബിള്, ചാർജിങ് ഹബ്ബ്, മൾട്ടിപ്പിൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഹബ്ബ്. ഇതൊരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഇതിനകത്ത് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ആ പോർട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ 3 ബാറ്ററി. ഒരു ബാറ്ററി ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഒരു ബാറ്ററി വരുന്നത്. പ്ലസ് എക്സ്ട്രാ 2 ബാറ്ററി. ഈ രണ്ടുമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സാണ്. ക്യാമറയുടെ ലെൻസ് യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ്.
കേബിൾ. ഇത് ഈ റിമോട്ട് കൺട്രോളറിന് വേണ്ട ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനമാണിത്. കൺട്രോൾ ചെയ്യുന്ന എക്സ്ട്രാ സാധനമാണ്. ബാക്കിയുള്ള 2 സാധനം ഇതിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും 2 സാധനങ്ങൾ, 2 പിന്ന്, കൺട്രോൾ ചെയ്യുന്ന പിന്ന്. അതുപോലെ തന്നെ 3 ടൈപ്പ് കേബിൾ. 3 ടൈപ്പ് ഒന്ന് ടൈപ്പ് സി, അതുപോലെ മൈക്രോ കേബിൾ, അതുപോലെ ഐഫോണിൻ്റെ കേബിൾ, പ്ലസ് അതുപോലെ ചാർജറിൻ്റെ എക്സ്ട്രാ കേബിൾ വരും, ടൈപ്പ് സിയുടെ എക്സ്ട്രാ കേബിൾ. അതുപോലെ പ്രൊപ്പല്ലേഴ്സ് 3 പ്രൊപ്പല്ലേഴ്സ് ഇതിന് എക്സ്ട്രാ വരുന്നുണ്ട്. എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ എക്സ്ട്രാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ക്യാമറ എടുത്ത് ഡ്രോൺ എടുത്ത് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നോക്കാം. പ്രൊപ്പല്ലേഴ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഫിറ്റിങ്സ് നോക്കാം. ഇത് 2 സാധനം മുകളിലോട്ട് വലിച്ചു. അതുപോലെ ഈ സാധനം താഴെയുള്ളത് 2ഉം താഴേക്ക് വലിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. ഇവിടെയാണ് ഈ ഒരു സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന കേസാണ്, സേഫ്റ്റി കേസാണ്. എന്നാൽ പ്രസ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങോട്ട് വലിച്ചു വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ. ഈ ക്യാമറ പ്ലസ് അതിൻ്റെ കൂടെയുള്ള ഗിംബലാണ്. ഇത് നല്ല വിലയുള്ള സാധനമാണ് ഗിംബൽ. എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനാണ് ഏറ്റവും വില പഠിച്ച സാധനം ഈ ഗിംബലിന് വരുന്നത്. ഇതിൻ്റെ കൂടെയുള്ള ഗിംബലിന് വരുന്നത് ഭാഗത്തും സെൻസറുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ബോട്ടം അപ്പ് 4 ഭാഗത്തും സെൻസറുണ്ട്. അത് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. ഈ ഒരു Air2S മോഡലിൻ്റെ മെയിൻ ഫീച്ചറാണ്. വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 600 ഗ്രാമാണ്. 599 ഗ്രാമാണ് ഇതിന് വരുന്നത്. സാധാരണ മിനി എന്ന് പറയുന്ന മോഡലൊക്കെ വരുന്നത് DJIയുടെ മിനി മോഡൽ വരുന്നത് 249 ഗ്രാമാണ്. അതായത് 250 ഗ്രാമിന് താഴെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ മുകളിൽ കാണുന്നത് സെയിം ഈ ബാറ്ററിയാണിത്. ഈ ബാറ്ററിയാണ് ഇവിടെ വെക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് പറിച്ച് നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാറ്ററി പുറത്തേക്ക് എടുക്കാം. അതുപോലെ നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അവിടെ ആയിട്ടുണ്ട്. ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് 1 ഇഞ്ച് സെൻസറാണ്. അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ്. 1 ഇഞ്ച് സെൻസറിനുള്ള ക്യാമറയാണ്. ഇതിൽ 20 MB ആണ് മെഗാ പിക്സൽ. 20 MB റെസൊല്യൂഷനുള്ള മാക്സിമം റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ വീഡിയോ റെക്കോർഡിംഗ് 4K 5K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 120 FPS 60 FPS 30 ഇതിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഷോട്ട്സ്, മാസ്റ്റർ ഷോട്ട്സ്, സ്പോട്ട് ലൈറ്റ്, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. 4x സൂം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 500 മീറ്ററാണ്. 500 മീറ്റർ വരെ ഫ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഡ്രോണിന്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഇവിടെ നമുക്ക് മാക്സിമം 400 അടി, അതായത് 120 മീറ്റർ മാത്രമേ ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 34 മിനിറ്റാണ്. 31 മുതൽ 34 മിനിറ്റ് വരെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ റിമോട്ട് കൺട്രോളറിൻ്റെ ഈ ഒരു നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ലിവർ ഇതാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ നമ്മൾ റിമോട്ടിന് യൂസ് ചെയ്യുന്ന ലിവർ. ഇതാണ് ജസ്റ്റ് ഇവിടെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനം. അതുപോലെ ഇതിനകത്ത് 3 ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് ബാക്ക് ടു ഹോം ബട്ടണാണ്. നമ്മളിപ്പം ബാറ്ററി കുറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ടു ഹോം പ്രസ് ചെയ്താൽ നമ്മൾ കറക്റ്റ് നമ്മൾ ലൊക്കേഷനിലോട്ട് വരും. അതുപോലെ 3 ഇവിടെ സെൻറ്ററിലൊരു ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ സ്പീഡാണ്, ഡ്രോൺ ക്യാമറയുടെ സ്പീഡാണ് യൂസ് ചെയ്യുന്നത്. സ്പീഡ് എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിനി ടൈപ്പ്, അതുപോലെ നോർമൽ, അതുപോലെ സ്പോട്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കുറച്ച് സ്പീഡിലായിരിക്കും. നോർമൽ സ്പീഡ്, അതുപോലെ തന്നെ സിനി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഒരു പ്രസ്, പിന്നെ ഒരു ലോങ് പ്രസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റിമോട്ടിനകത്ത് വരുന്നത്. നമ്മളെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡാണ് ഇത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇതിങ്ങോട്ട് വലിക്കും, ഇങ്ങനെ ഇതുണ്ടാവും. ഇത് വലിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ സാധനം ഇതിൻ്റെ നേരെ പുറകിൽ ഒരു കേബിൾ ഉണ്ട്. ഇതിപ്പോൾ ടൈപ്പ് സി കേബിളാണ്. ഇപ്പോൾ നമ്മൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു കേബിൾ ഊരിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മൈക്രോ കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ
നമ്മളെ മൊബൈൽ ഐഫോണിന് വേണ്ടുന്ന കേബിൾ, അങ്ങനെ 3 ടൈപ്പ് കേബിളും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് 3 സെറ്റ് എക്സ്ട്രാ ഉള്ള പ്രൊപ്പല്ലേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ പ്രൊപ്പല്ലേഴ്സിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒരു എ ടൈപ്പും അതുപോലെ തന്നെ ബി ടൈപ്പ്. ഇവിടെ ഈ ഒരു 2 ഓറഞ്ച് കളറിലെ സെയിം തന്നെ ഈ പ്രൊപ്പല്ലേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. ഈ പ്രൊപ്പല്ലേഴ്സിന് ഇതുപോലെ താഴെ ഓറഞ്ച് കളർ ഉണ്ടാവും. അപ്പോൾ ഈ ഓറഞ്ച് കളറിൽ വേണം ഈ ഓറഞ്ച് കളറിലെ സെയിമിന് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനകത്താണെങ്കിൽ കളർ ഉണ്ടാവില്ല. അത് ബി ടൈപ്പാണ്, ഇത് എ ടൈപ്പ്. അപ്പോൾ ഇത്രയാണ് DJI Air2S എന്ന് പറയുന്ന ഈ ബോക്സിനകത്തുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സാധനത്തിൽ ഈ ഒരു DJI ഡ്രോൺ Air2S എന്ന് പറയുന്ന മോഡലിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 1,27,000 നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നത്. പുറമേ ആണെങ്കിൽ കുറച്ചും കൂടി, ഗൾഫിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി 10,000-15,000 രൂപയോളം കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ഡ്രോണിൻ്റെ ഫസ്റ്റ് ഫ്ലൈ നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.